ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 31. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവധാ വർത്തമാനോപി സയോഗീ മയി വർത്തതേ. സർവഭൂതങ്ങളിലും കുടികൊള്ളുന്ന എന്നെ ഏകത്വത്തിൽ ഉറച്ചിരിക്കുന്ന യാതൊരാളാണോ ഭജിക്കുന്നത്, ഏതു പ്രകാരത്തിൽ വർത്തിക്കുന്നവനായാലും അയാൾ എന്നിലാണ് വർത്തിക്കുന്നത്. ഇപ്പൊ സർവ ചരാചരങ്ങളിലും കുടികൊള്ളുന്നത് തന്നിൽ താനായി വർത്തിക്കുന്ന ആ പരമാത്മ ചൈതന്യം തന്നെയാണെന്ന് ആർ ഉറച്ചറിഞ്ഞിരിക്കുന്നുവോ. ഉറച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അത് ഉറച്ചറിയുന്നില്ല. നമ്മൾ പറയാറുണ്ട് ഈശ്വരൻ സർവവ്യാപിയാണ് എന്നൊക്കെ. പക്ഷേ പലപ്പോഴും നമുക്കിഷ്ടം ഈശ്വരനെ അല്പവ്യാപിയായി കാണാനാണ്. പക്ഷെ ഈ ഈശ്വരൻ്റെ സർവവ്യാപകത്വത്തെ ഉറച്ചറിഞ്ഞ ഒരാളിൽ നിന്ന് സ്വാഭാവികമായും എന്തൊരു പ്രവൃത്തി വരുന്നുവോ അതെല്ലാം ഈശ്വര പൂജയായിരിക്കും. ഈശ്വര പൂജയല്ലാത്ത ഒരു പ്രവൃത്തിയും അയാളിൽ നിന്നുണ്ടാവില്ല. അയാൾക്ക് ഈശ്വര പൂജ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ക്ഷേത്രത്തിലോ മറ്റൊരു സങ്കേതത്തിലോ പോകേണ്ടതില്ല. അയാളെല്ലാം ഈശ്വര പൂജയാണ്. അയാൾ ആർക്ക് എന്ത് ചെയ്യുന്നുവോ അതൊക്കെ സേവനമാണ്, സഹായമല്ല. സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആളെ കാണുമ്പോൾ അത് സ്വീകരിക്കുന്ന ഒരു യജമാനനെ പോലെ കാണുന്ന സ്ഥിതിയാണ്. ഓ, അയാൾ എന്നെ സഹായിച്ചുവല്ലോ. പക്ഷെ ഈശ്വര പൂജ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അത് സേവനമാണ്. കാരണം തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്, തന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സാക്ഷാത് ഭഗവാൻ തന്നെയാണ്. എനിക്ക് എന്തുണ്ടോ അതും ഈശ്വര പ്രസാദം തന്നെയാണ്. അപ്പം എന്നാലാവുന്ന വിധത്തിൽ ഞാൻ മറ്റൊരാൾക്ക് ചെയ്യപ്പെടുന്നത് സേവനമാണ്, അല്ലാതെ എൻ്റേതല്ല. എനിക്ക് തന്നത് ഭഗവാൻ തന്നെ അതാ ആവശ്യപ്പെടുന്നു, ഞാനത് പങ്കിടുന്നു. ഈ ഒരു മനോഭാവമാണ് സേവനം എന്നുള്ളതിൽ. സനാതന ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സഹായം ചെയ്യാൻ നമ്മൾ ആരുമല്ല, സേവനം ചെയ്യൂ. ഭജ് സേവായാം എന്നാണ് ധാത്വർത്ഥം. ഭജന ചെയ്തിരിക്കുക എന്നല്ല, പ്രാഥമിക തലത്തിൽ അങ്ങനെ ഭജനയൊക്കെ ചെയ്ത് ധ്യാനനിഷ്ഠനായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈശ്വരൻ്റെ സർവവ്യാപകതയെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഉറച്ചാൽ, പിന്നെ അയാളിൽ നിന്നുണ്ടാവുന്നത് ഭജന ചൊല്ലിയിരിക്കലല്ല, സർവ്വജീവജാലങ്ങളിലും ഈശ്വരഭാവത്തോടു കൂടി സേവനം ചെയ്യലാണ്. അത് ദരിദ്രരോ ദുഃഖിതരോ ക്ഷീണിതരോ പ്രതിതരോ ആരോ ആയിക്കോട്ടെ, അയാൾ എന്തർഹിക്കുന്നുവോ അത് തന്നിൽ എന്തുണ്ടോ അത് താൻ പങ്കിടുന്നു. എല്ലാം തികഞ്ഞവനായിട്ട് ഞാനുമില്ല, എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. അപ്പോൾ പരസ്പരം ഭാവയല്ല, തന്നിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, മറ്റുള്ളവരിലുള്ളത് താൻ സ്വീകരിക്കുന്നു. ഒന്നും സ്വീകരിക്കാനില്ലാത്തവരായിട്ടും ഒന്നും കൊടുക്കാനില്ലാത്തവരായിട്ടും ആരും തന്നെ ഇവിടെ ഇല്ല. ഈ പരസ്പര ആദാന പ്രദാനങ്ങളിലൂടെ അതെങ്ങനെയാണ് ഈശ്വര പൂജ എന്നോണം. കാരണം അല്പം ചിന്തിച്ചാൽ നമുക്കറിയാൻ പറ്റും, നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മളിൽ എന്തുണ്ടോ അതെല്ലാം ഭഗവത് പ്രസാദമായിട്ട് വന്നു ചേർന്നതാണ്. അത് ഭഗവാന് തന്നെ, ഭഗവത് സ്വരൂപങ്ങളിൽ തന്നെ നമ്മൾ അത് സേവന മനസ്ഥിതിയോടുകൂടി ചെയ്യുന്നു. അത് തന്നെയാണ് ഈശ്വര പൂജ. അപ്പൊ സർവ്വജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഏകമായ ഈശ്വരതത്വമാണെന്നറിഞ്ഞ് എന്ത് ചെയ്യുന്നുവോ അത് ഇന്നത് എന്നില്ല, നല്ലതെന്നോ ചീത്തയെന്നോ ഇല്ല, വലുതെന്നോ ചെറുതെന്നോ ഇല്ല. അങ്ങനെ ഈ സേവനത്തിന് പിന്നിലുള്ള മനോഭാവം ഇതായിരിക്കണം എന്ന് ഈ ശ്ലോകം നമ്മളോട് ഉപദേശിക്കുകയാണ്. അങ്ങനെ ഏകത്വത്തിൽ ആസ്ഥിതനായ യാതൊരു ധ്യാനയോഗത്തിൽ ഉറച്ച ആളുണ്ടോ, അയാള് സർവഭൂതങ്ങളിലും സ്വരൂപമായി കുടികൊള്ളുന്നത് ഒരു ഈശ്വരനാണെന്നറിവോടെ തനിക്കാവും വിധം ഈശ്വര പൂജാഭാവത്തിൽ ലോകത്തെ സേവിക്കുന്നു. അയാൾ ബാഹ്യമായി എങ്ങനെ വർത്തിച്ചാലും ശരി,
അയാൾ ബാഹ്യമായിട്ട് എന്തൊരു മൂഢനെ പോലെയോ ഒരു അജ്ഞാനിയെ പോലെയോ ഏത് തരത്തിൽ അയാൾ വർത്തിച്ചാലും എന്ത് പ്രവൃത്തി അയാൾ ചെയ്താലും ഒന്നിനും അയാൾ വേദനയെ കൊടുക്കുന്നില്ല, വിഷമത്തെ കൊടുക്കുന്നില്ല, ക്ലേശത്തെ കൊടുക്കുന്നില്ല. എല്ലാറ്റിലും ഈശ്വര പൂജ എന്നോണം പൂജിക്കുക മാത്രമാണ് അയാൾ ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെ ബാഹ്യമായി പെരുമാറിയാലും ശരി, അയാളിൽ നിന്ന് നല്ലതേ വരൂ. അയാളുടെ ചിന്ത നല്ലതാണ്. അയാളുടെ അതാണ് അനുഗ്രഹം. മഹത്തുക്കളുടെ അനുഗ്രഹം എന്ന് പറയുന്നതാണ്. അവരുടെ ചിന്ത നന്നായി വരട്ടെ, എല്ലാം നന്നായി വരട്ടെ എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി അയാൾ എന്ത് ചെയ്താലും അത് നന്നായിട്ടേ വരൂ. എങ്ങനെ നന്നായി വരട്ടെ? ഇതെല്ലാം ഈശ്വര പൂജയാണ്. ഭഗവാൻ തന്നെയാണ് സർവത്തിലും വിളങ്ങുന്നത്. ഇങ്ങനെ ഇത് സാക്ഷാത്കരിച്ചിരിക്കുന്ന മഹത്തുക്കളുടെ കേവല വർത്തനം പോലും ഈശ്വരാനുഗ്രഹി ഉള്ളതാണ്. അതാണ് ഈശ്വരാനുഗ്രഹം. അയാള് ഈശ്വരനിൽ നിന്ന് അനന്യനാണ്, അഭിന്നവൃത്തനാണ്. ഈശ്വരൻ തന്നെയാണ് അയാൾ. ഈശ്വരനിൽ നിന്ന് വ്യത്യസ്തമായ അയാൾക്കൊരു ഭാവമില്ല. ഇത് തന്നെയാണ് മോക്ഷം. ഈ ഒരു സ്ഥിതിയിൽ ഒരാൾക്ക് വർത്തിക്കാൻ കഴിയും. അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാണ്. ഇനി മോക്ഷം വേറെ എവിടെയും പോയി നേടേണ്ടതല്ല. സർവത്തിലും ഈശ്വരഭാവത്തോടു കൂടി ആര് ഈ ലോകത്ത് എങ്ങനെ വർത്തിച്ചാലും എന്ത് ചെയ്താലും അയാള് മുക്തൻ തന്നെയാണ്. അയാൾക്കിനി മോക്ഷം കിട്ടേണ്ടതല്ല. അപ്പൊ ഇതിന് തടസ്സമായി നിന്നിരുന്നതോ അത് അവിദ്യയാണ്, അജ്ഞാനമായിരുന്നു. ആ അജ്ഞാനം നീങ്ങി. അപ്പൊ ഒന്നിനാലും തന്നെ ഒരു പ്രതിബന്ധവും അയാൾക്കുണ്ടാവുന്നില്ല. മുക്തിക്ക് തടസ്സം അറിവില്ലായ്മയായിരുന്നു, അവിദ്യയായിരുന്നു. ആ തടസ്സം നീങ്ങി. അയാള് എപ്പോഴും സുഖം അനുഭവിക്കുന്നു. അങ്ങനെയുള്ള ആ ധ്യാനയോഗി ഏതു വ്യാപാരത്തിൽ ഏർപ്പെട്ടാലും ബ്രഹ്മത്തിൽ തന്നെയാണ് വർത്തിക്കുന്നത്. അയാൾക്ക് ആത്മബോധം ഒരിക്കലും നഷ്ടമാവുന്നില്ല. അയാൾ എപ്പോഴും ആത്മബോധത്തിൽ തന്നെയാണ്, ശരീരബോധത്തിലല്ല. അങ്ങനെയുള്ള തത്വദർശിക്ക് അയാളുടെ ബ്രഹ്മനിഷ്ഠയിൽ ഒരിടത്തും ഒന്നുകൊണ്ടും ഒരു പ്രകാരത്തിലും കോട്ടം തട്ടുന്നില്ല. അയാൾ ഏകാന്തദേശത്ത് തേടി പോകണമെന്നുള്ളോ അടച്ചിരുന്ന് ധ്യാനിക്കണമെന്നോ ഒന്നുമില്ല. അയാളുടെ ജീവിതം തന്നെ ഈശ്വര പൂജയാണ്. അയാൾ ബ്രഹ്മചാരി ആവണമെന്നോ സന്യാസി ആവണമെന്നോ ഗൃഹസ്ഥാശ്രമി ആവണമെന്നോ ഒന്നുമില്ല. അയാൾ ആരോ ആയിക്കോട്ടെ, ആ ധ്യാനത്തിലൂടെ സ്വസ്വരൂപം സാക്ഷാത്കരിച്ച ജ്ഞാനി ഏത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുമ്പോഴും അയാളുടെ ബ്രഹ്മനിഷ്ഠയ്ക്ക് ഭംഗം വരുന്നില്ല. ഇയാൾക്ക് മാത്രമേ ജീവിതത്തിൽ മഹത് കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കൂ. അല്ലാത്തവർക്കൊരു മഹത് കർമ്മവും ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു ഭാവന വെച്ച് പുലർത്തണം. വെച്ച് പുലർത്തുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അറിവിൽ നിന്നുണ്ടാവുന്നതാണ്. അയാൾ നിർഭയനാണ്. അത് കാണിച്ചു തരുന്നുണ്ട് ഗീതയിൽ. കാരണം ഭഗവാന്റെ പ്രവൃത്തി തന്നെ നോക്കൂ. ഭഗവാൻ അർജുനന്റെ തേരാളിയാണ്. അമ്പ് പ്രതിഭാഗത്തുനിന്ന് അപ്പുറത്തുനിന്ന് അമ്പുകൾ വന്നിട്ട് ആദ്യം തറക്കിയ തേരാളിയെയാണ്. ഒരായുധവും ഇല്ലാതെയാണ് ഭഗവാൻ ഇരിക്കുന്നത്, പുഞ്ചിരിച്ചുകൊണ്ട്, യാതൊരു സങ്കോചവുമില്ലാതെ സുസ്മേരവദനായിരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം എന്താ ചെയ്യുന്നത്? തൻ്റെ ആത്മമഹിമ മറക്കാതെ, സ്വസ്വരൂപത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, ഏതു പരിതസ്ഥിതിയിലും പ്രവർത്തിക്കാൻ സമർത്ഥനായിട്ട് സ്വപ്രവർത്തിയിലൂടെ ലോകത്തിനത് കാട്ടിക്കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതായത് സർവത്തിലും ഈശ്വരഭാവമാണ് കുടികൊള്ളുന്നതെന്ന് അറിയുന്ന ഒരാൾക്ക് ഒന്നിൽ നിന്നും ഒന്നും ഭയപ്പെടാനില്ല. എല്ലാം ഈശ്വര ഇച്ഛയാണ് നടക്കുന്നത്.
ഈശ്വര ഇച്ഛയില്ലാതെ ഒരു പൂ വിരിയുന്നില്ല, ഒരു അരുവി ഒഴുകുന്നില്ല, ഒരു കാറ്റ് വീശുന്നില്ല, ഒന്നുമില്ല. എല്ലാം അവിടുത്തെ നിശ്ചയപ്രകാരമാണ്. ഇത് അറിഞ്ഞ ഒരാൾക്ക് അയാൾ ഒന്നിൽ നിന്നും ഒളിച്ചോടുന്നില്ല. അയാളിൽ നിന്ന് സ്വാഭാവികമായി ഈ ലോകത്തിന് എന്തെന്ത് പ്രവൃത്തിയാണോ അതെല്ലാം ഈശ്വര പൂജയായിട്ട് നടക്കുകയാണ്. എന്ത് ബാഹ്യ വ്യാപാരങ്ങൾ ചെയ്താലും അങ്ങനെയുള്ള ആ യോഗിയുടെ ആന്തരികമായ നിഷ്ഠയെ, ആ ആത്മനിഷ്ഠയെ അത് ബാധിക്കുന്നില്ല. അയാൾക്ക് എന്ത് ചെയ്താലും. അത്രയും വിപുലമായ ഒരർത്ഥതലമുള്ള ശ്ലോകമാണ് ഇത്.